ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വൈജ തൻ്റെ മമ്മിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അലീനയ്ക്ക് നല്ല സങ്കടം വരികയാണ്. അലീനയാണെങ്കിൽ തൻ്റെ മമ്മിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുകയാണ്. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല മമ്മി, ഞാനിവിടെ നിന്ന് പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ മമ്മി തൻ്റെ അരികിലേക്ക് വരുന്നതായി അലീനയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ മമ്മി അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിമാരും സഹോദരങ്ങളൊക്കെയാണ് നിൻ്റെ കൂടെയുള്ളതെന്ന് നീ കരുതിയാൽ മതി, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം, ഇത് നിന്റെ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഒരു ആശ്വാസമാകുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരോടാ മോളെ നീ സംസാരിച്ചിരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമോളാണെങ്കിൽ അലീനയ്ക്കും അതുപോലെ കുഞ്ഞുമോൾക്കുമുള്ള ഭക്ഷണം പാത്രത്തിൽ എടുക്കുകയാണ്. ഇന്ന് മോളെ വയറ് നിറച്ച് കഴിച്ചോ? പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിൽ വേലക്കാർ ഭക്ഷണം കഴിക്കുന്നതിൽ ഇവിടെ ഒരു കണക്കും പറയാറില്ല, വയറ് നിറച്ച് നമുക്ക് കഴിയാം, അതൊരു ആശ്വാസമാണ്. ചില വീടുകളിൽ അതിന് വരെ എച്ച് കണക്ക് പറയുന്നവരുണ്ട്, അതിൽ നിന്ന് ഈ വീടൊരു സ്വർഗം തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അതിനെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്നിട്ടാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുമോള് സഹോദരങ്ങളെ പറ്റിയിട്ടും അമ്മയുടെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, രോഹിത് എന്ന് പറയുന്ന ഇവിടുത്തെ മൂത്ത മകനുണ്ടല്ലോ, ആൺകുട്ടി, അതിൻ്റെ റൂമിലേക്ക് ഞാൻ ഒരു ദിവസം തുടയ്ക്കാൻ ചെന്നപ്പോൾ പൊട്ട ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ബബിത എന്ന് പറയുന്ന മൂത്ത പെൺകുട്ടിയുണ്ടല്ലോ, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ വരും. ആ ഫോൺ വരുമ്പോൾ അവൾ ഓടി അകത്തേക്ക് പോയി റൂമിലേക്ക് പോയി അതിലടച്ച് കുശു സംസാരിക്കുകയും അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കുകയും ഉമ്മ കൊടുക്കുന്ന ഒച്ചയ്ക്ക് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. പിന്നെ ആ ഇളയക്കുട്ടി എന്ന് പറയുന്നത് അതും ഒരു ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കും, അതുപോലെ ഒന്ന് സംസാരിക്കും, അത് മാത്രമാണ് ഒരു ഇത്തിരി ഭേദമെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ കൊച്ചമ്മയുണ്ടല്ലോ, ആ കൊച്ചമ്മയുടെ ബാങ്കിൽ നിന്ന് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കൊച്ചമ്മയോട് സംസാരിക്കുകയാണെന്ന രീതിയിൽ വളവള എന്ന് പറഞ്ഞ് കുറേ സംസാരിക്കും. കൊച്ചമ്മയ്ക്ക് വേറെ വളവള സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ മനസ്സിൽ വേറെ ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അയാളുടെ സംസാരം മാത്രമല്ല കൊച്ചമ്മയിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്നത് മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മതി ചേച്ചി നിർത്ത്, എനിക്ക് ഈ പരദൂഷണം ഇങ്ങനെ പറയുന്നത് അത്ര ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, മോളെ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്, നീ ആദ്യമായിട്ടല്ലേ ഒരു വീട്ടുവേലയ്ക്ക് നിൽക്കുന്നത്, അതുകൊണ്ട് നിന്നെ നോക്കേണ്ടത് നീ തന്നെയാണ്. പിന്നെ ഇവിടെ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ ഒരു കാതിൽ കൂടെ ഒക്കെ ഇട്ട് ഒരു കാതിൽ കൂടെ വിട്ട് കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമോള് അലീനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റമടിക്കുകയാണ്. മുറ്റമടിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പട്ടിയോട് സംസാരിക്കുന്നുണ്ട്, എനിക്കിപ്പം നിന്നെ കൊണ്ടുപോകാൻ സമയമില്ല, എന്തായാലും നമുക്ക് പിന്നീട് പരിചയപ്പെടാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടേക്ക് പത്രക്കാരൻ പത്രം കൊണ്ടിടുകയാണ്. അപ്പോൾ ആ പത്രം എടുത്ത് അലീന ചൂൽ അവിടെ വെച്ചിട്ട് ആ പത്രം എടുത്ത് വായിക്കുകയാണ്. അപ്പോഴേക്കും എടി എന്ന് പറഞ്ഞ് വൈജ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, മുറ്റമടിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നീ ഇപ്പോൾ പത്രം വായിക്കല്ല ചെയ്യേണ്ട, മുറ്റമടിക്കടി എന്നും പറഞ്ഞ് ആ പത്രവും തട്ടിപ്പറിച്ച് വൈജ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം വൈജയാണെങ്കിൽ കുഞ്ഞുമോളെ പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പറഞ്ഞു വിടണോ, ആ കുട്ടിക്ക് ഒരു പരിചയമായതിന് ശേഷം പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇവിടെ മലമറയ്ക്കുന്ന പണിയല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുമോളാണെങ്കിൽ തൻ്റെ ബാഗൊക്കെ ആയിട്ട് കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. എന്താടി നിന്റെ ബാഗിൽ എന്ന് സംശയത്തോടുകൂടി ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുമോൾ ഒരു പതർച്ചയും കൂടാതെ പറയുന്നുണ്ട്, ഈ ബാഗിലെ ഈ വീട്ടിലെ കുറച്ച് സ്വർണവും പണവും പിന്നെ കുറച്ച് വെള്ളിയുമുണ്ട്, എന്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട്, നീ എന്താ തട്ടുത്തരം പറയാണോ, നോക്കട്ടെ നിന്റെ ബാഗ് എന്ന്, നിന്റെ ബാഗ് തുറന്ന് കാണിക്കടി എന്ന് പറയുമ്പോൾ ആ ബാഗ് എടുത്ത് വൈജയുടെ കാൽക്കിൽ കെറിഞ്ഞു കൊടുക്കുകയാണ്. ഇന്നാ പിടിച്ചോ, വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയ്ക്ക് അത് തുറക്കാൻ ഒരു മടി. അങ്ങനെ ആ സമയത്ത് അലീനെ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു അലീനയും കുലീനയും വിളിക്കേണ്ട, മേഡത്തിന് കൊച്ചമ്മയ്ക്ക് തുറന്ന് നോക്കാമെങ്കിൽ തുറന്ന് നോക്കാം, വേറൊരാളെ ഇതിലേക്ക് ക്ഷണിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇന്ന് നിന്റെ പൈസ 27 ദിവസം നീ ഇവിടെ പണിയെടുത്തിട്ടുണ്ട്, അതിനുള്ള കൂലി നിന്റെ പൈസ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എണ്ണി നോക്കിയതിന് ശേഷം 200 രൂപ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ 200 രൂപ കൂടുതലുണ്ട് എന്ന് കുഞ്ഞുമോൾ പറയുന്ന സമയത്ത് വൈജ പറയാണ്, നിന്റെ അഹങ്കാരത്തിന് ഞാൻ തന്നിട്ടുള്ളതാണ്, എന്തായാലും നീ കുറച്ച് അഹങ്കരിച്ചതല്ലേ ഇവിടെ ഇരുന്നിട്ട്, അത് നീ വെച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൈസ എനിക്ക് വേണ്ട, അത് അനുയോജ്യമായ കൈകൾ മേഡത്തിൻ്റെ കൈകൾ തന്നെയാണെന്നും പറഞ്ഞ് ആ 200 രൂപ കൊച്ചമ്മയുടെ അതായത് വൈജയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല വൈജ. അങ്ങനെ അവിടെ നിന്നിട്ട് പോവുകയാണ്. നോക്കിക്കോ, നിങ്ങൾ പഠിക്കും, നിങ്ങൾ വേലക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കും, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗും എടുത്ത് അവളുടെ പൈസയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മലീനയ്ക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മോൾ ഇവിടെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം, ചോരയും നീരുമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ചേച്ചി പോകട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ കാരണം ചേച്ചിയുടെ ജോലി പോയില്ലേ എന്നൊക്കെ പറയുന്നു. അതിനൊന്നും കുഴപ്പമില്ല മോള്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് വേറൊരിടത്ത് ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട്, വേറൊരിടത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് ശമ്പളവും
അവിടെയുണ്ട്, എന്നാൽ വരട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞുമോൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അലീനയ്ക്ക് ആ വീട്ടിലെ ഓരോ ജോലിയും എന്തെല്ലാം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കാര്യങ്ങൾ വൈജ പറഞ്ഞു കൊടുക്കുകയാണ്. രാവിലെ തന്നെ ഇഡ്ഡലിയും ദോശയും ആണെങ്കിൽ ചമ്മന്തിയും സാമ്പാറും നിർബന്ധമാണ്, അപ്പമാണെങ്കിൽ ബീഫോ ചിക്കൻ കറിയോ നിർബന്ധമാണ്. അതുപോലെ തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എരിശ്ശേരി പുളിശ്ശേരി രസം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കണം, പച്ചക്കറികളൊക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്നായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീൻ എല്ലാം ചെയ്തോളാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവസാനമായിട്ട് വൈജ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ വിടുന്ന ജോലിക്കാരികൾ അവരൊരിക്കലും എൻ്റെ ഭർത്താവ് ബാലേന്ദ്രനുമായിട്ട് ഒരാളും കൊഞ്ചിക്കുഴനെ ഞാൻ കണ്ടിട്ടില്ല, അതും കൂടി നീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ മേഡത്തിന് എന്നെ മനസ്സിലാവാതെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെന്തിനാ ഞാൻ മനസ്സിലാക്കുന്നത് എന്നും ചോദിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്